അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഒരു മാളിലാണ്, യു എസിലുള്ള ഒരു ഷോപ്പിംഗ് മാളിലാണ്. അപ്പോൾ അവിടെ ഒരു ക്രിസ്മസ് ട്രീ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇത് എഴുതി വെച്ചേക്കുന്നത് ഏഞ്ചൽ ട്രീ സ്റ്റോറി എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് ട്രീയിൽ ഇതിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രിസ്മസ് ട്രീയിൽ ഓരോരോ ടാഗ്സ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. ബട്ട് തൂക്കിയെന്ന് പറഞ്ഞാൽ ഈ 18 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ഒരു ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ടാഗുകളൊക്കെ. അപ്പോൾ ഓരോ ടാഗും റെപ്രസെൻ്റ് ചെയ്യുന്ന ഏതെങ്കിലും ചൈൽഡ് ഉണ്ടാവും. ആ ചൈൽഡിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്താ ഗിഫ്റ്റ് കൊടുക്കേണ്ടത് എന്നുള്ളത് ആ ടാഗിൽ അവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ആ ടാഗിൽ ആ ചൈൽഡിൻ്റെ പേരും ഏജും ചൈൽഡിന് വേണ്ട എന്താണ് ആവശ്യമുള്ള സാധനങ്ങൾ, പിന്നെ പാരൻസിൻ്റെ പേരുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ആരെങ്കിലും ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ ടാഗ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഒന്നിലേക്ക് നേരിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ക്രിസ്മസ് ട്രീ ഓർഗനൈസ് ചെയ്ത മാനേജ്മെൻറ്റ് കയ്യിൽ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഗിഫ്റ്റ് ഗിവിങ് കൾച്ചർ, അല്ലെങ്കിൽ ഗിവിങ് ടു ദോസ് ഹു ആർ ഇൻ നീഡ്, ഹെൽപ്പിംഗ് ഈച്ച് അതർ, അങ്ങനത്തെ ഒരു കസ്റ്റം, ഒരു ബ്രദർഹുഡ്, ഒരു നല്ലൊരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ക്രിസ്മസിന് മാത്രമല്ല, എല്ലാ ഫെസ്റ്റിവൽസിലും നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ഏഞ്ചൽ ട്രീ സ്റ്റോറി എന്നാണ് എഴുതി വെച്ചത്. വേണമെങ്കിൽ ഞാൻ അടുത്ത് വെച്ചൊന്ന് കാണിക്കാം. ഇതുണ്ട്, ഇത് 1980 തുടങ്ങിയാന്ന് പറഞ്ഞു. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ അകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഇത് വേണമെങ്കിൽ ഞാൻ ഇത് ടൈപ്പ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതാണ് ഏഞ്ചൽ ട്രീ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ട്രീയുടെ ഒരു കൺസെപ്റ്റ്. യൂട്ടിലിറ്റി അല്ല, ഒരു ഹ്യൂമാനിറ്റേറിയൻ പോയിൻ്റ് ഓഫ് വ്യൂ. ടാഗ് ഈ ഏഞ്ചൽ ട്രീ സ്റ്റോറിയുടെ ക്രിസ്മസ് ട്രീയുടെ ഒരു 360 ഡിഗ്രി വ്യൂവും കൂടി കാണിച്ചേക്കാം. ഇതാണ് ക്രിസ്മസ് ട്രീ. എൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ. ഇതെല്ലാ 360 ഡിഗ്രിയിലും ക്രിസ്മസ് ട്രീയുടെ ടാഗ്സൊക്കെ തൂക്കിയിട്ടുണ്ട്.